അല്ലെങ്കിലും വ്യഭിചാരം ചെയ്യാനായിട്ട് ആഭിചാരം ചെയ്യാനായിട്ട് നമ്മുടെ സ്വാമി കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ഈ മണിയൻ സ്വാമി എന്താണാവോ കാര്യം? അല്ല, ഇവന്റെ കല്യാണം ഒന്നും നടക്കുന്നില്ലേ? അപ്പം സ്വാമിയെ കണ്ട് ഒന്ന് നോക്കിക്കാന്ന് വിചാരിച്ചു വന്നതാ. ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. സ്വാമി പറഞ്ഞ അച്ചപ്പ അച്ചട്ട. മാമ എന്തെങ്കിലും പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? ഈ മണിയൻ സ്വാമി ഇപ്പൊ എവിടെ ഉണ്ട്? അകത്തുണ്ട്. കേറി വരിക. കുടിക്കുക. അയ്യോ, പകലിതൊന്നും പതിവില്ല. ഇത് ബ്ലാക്ക് ടീയാ. ഹോ, പുതിയ ബ്രാൻഡാണല്ലേ. വഷളൻ കട്ടൻ ചായ ഇടോ അത്. അയ്യേ, രണ്ടുപേരെ സ്വാമി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. വരിക. സ്വാമി സമാധിയായെന്ന് തോന്നുന്നു. സമാധി ആയിട്ടില്ല, നിങ്ങൾ ഇരിക്കുക. വന്ന കാര്യം പറയാ. എത്രയായിട്ടും ഇവന്റെ കല്യാണം അങ്ങോട്ട് നടക്കുന്നില്ല സ്വാമി. വിവാഹമാണ് പ്രശ്നം. എല്ലാ പ്രതിനിധി നോമിനറിയാം. ഇവന്റെ മുത്തശ്ശിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നേ ഇവന്റെ കല്യാണം ഒന്ന് നടന്നു കാണണമെന്നുള്ളത്. എന്നിട്ടാ മുത്തശ്ശി ഇപ്പൊ എവിടെ ഉണ്ട്? മുത്തശ്ശി മരിച്ചുപോയി. ഇയാളെന്നൊന്നും മിണ്ടാത്തേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് മൊഴിയാ. ഇതിൽ കൂടുതൽ എന്ത് മൊഴിയാനാ സ്വാമി? നിക്കെല്ലാം ബോധ്യായി. നാട്ടില് മുലകുടി മണത്ത കുട്ടികൾക്കൊരു കല്യാണമായിരിക്കുന്നു. താങ്കൾ ഇപ്പോഴും വായി നോക്കി നടക്കുക ഇല്ലേ? ഇതിന് പ്രതിവിധി എന്തെന്ന് വെച്ചാൽ തനിക്കൊരു ആപത്തുണ്ട്, അത് എപ്പോഴും തന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതാരാ സ്വാമി? അയാൾക്ക് തലയിൽ ലേശം മുടി കുറവുണ്ട്. മാത്രല്ല അയാൾ കഴുത്തിൽ ഒരു ലോക്കറ്റുള്ള മാല ധരിച്ചിരിക്കണു. ഇതിൽ കൂടുതലൊന്നും നമുക്കറിയില്ല. ഓമിന് ജപം തുടങ്ങാനുള്ള സമയമായി. എന്നാലും മാമ, എന്നാലും സ്വാമി ആരെ പറ്റിയായിരിക്കും പറഞ്ഞത്? എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. കൂടെ നടന്നിട്ട് നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്ന ഒരുത്തൻ. എന്നാലും അത് ആരാ? അയാൾക്ക് തലയിൽ ലേശം മുടി കുറവുണ്ട്. മാത്രല്ല അയാൾ കഴുത്തിൽ ഒരു ലോക്കറ്റുള്ള മാല ധരിച്ചിരിക്കണു. എടാ, ഇവനൊക്കെ ഈ ജന്മത്ത് പെണ്ണ് കിട്ടുമോ? എടാ, ഇതുപോലൊരു അഴുക്ക ചെറുക്കൻ നമ്മുടെ കുടുംബത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. എടാ, ഉള്ള കഞ്ചാവും വലിച്ചു നടക്കുന്ന ഇവനെയൊക്കെ ആർക്ക് വേണം? എടോ മാമൻ തണ്ടി. എടാ, ഞാൻ നിന്റെ മാമനാടാ. മാമന്റെ അച്ഛാ.